കലയുടെ മേളപ്പുറമായ കൊല്ലത്തിന്റെ സ്വന്തം കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. പട്ടണത്തിന്റെ ജീവനാഡിയായ അഷ്ടമുടിക്കായലിൽ കവിതയും കലോത്സവ ഓർമ്മകളുമായി കവിയെത്തി. മുടി എട്ടും കോർത്തു കെട്ടി, വിരൽ നൂറാൽ കാറ്റൊതുക്കി, വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള് എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. ഒരു കലാകാരനെ രൂപപ്പെടുത്തുന്നതിൽ അവർ ജനിച്ചു വളർന്ന ദേശത്തിന് വലിയ പങ്കുണ്ട്. കൊല്ലം കാവ്യകേരളത്തിന് സംഭാവന ചെയ്ത കുരീപ്പുഴ ശ്രീകുമാറും നാടിന്റെ സംസ്കൃതിയിൽ വേരാഴ്ത്തി പടർന്ന കവിയാണ്. ജെസ്സിയും അമ്മ മലയാളവും ചാർവാകനും മലയാളത്തിന് സമ്മാനിച്ച കുരീപ്പുഴയുടെ കൊല്ലത്തെ പ്രിയപ്പെട്ട സാന്നിധ്യം പട്ടണത്തെ തഴുകിക്കിടക്കുന്ന അഷ്ടമുടിക്കായലാണ്. ഈ കായലൊരു അസാധാരണ സൗന്ദര്യ ദൃശ്യമാണ്. ഇതിന് നിറഭേദങ്ങളുണ്ടാവും. ഇപ്പോൾ കാണുന്ന നിറമായിരിക്കില്ല, കുറേക്കാലം കഴിഞ്ഞ് ചിലപ്പോൾ ഉണ്ടാകുന്ന നിറം. അതുപോലെ ഈ സായാഹ്ന സൂര്യൻ അവിടെ വേറെ നിറമാണ്. സൂര്യൻ്റെ റിഫ്ലക്ഷൻ പ്രതിഫലനം ഉണ്ടാകുന്ന സമയത്ത് വേറെ നിറമാണ്. ചന്ദ്രൻ പ്രതിഫലിക്കുന്ന കായലുണ്ട്, അത് വേറെ നിറമാണ്. ചില മാസങ്ങളിൽ കായലിൽ മഞ്ഞ നിറമാവും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ വൃശ്ചിക മാസത്തെ കായൽ കാറ്റിൻ്റെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സ്ഥലമാണ് കായൽ എന്ന് പറയുന്നത്. വടക്ക് തൊട്ട് കാഞ്ഞങ്ങാട് തൊട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് കലോത്സവങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ജനപങ്കാളിത്തം തോന്നിയ ഒരു മത്സരം ഉത്സവം കോഴിക്കോട് നടന്ന വർക്കാലത്തിന് മുമ്പ് കോഴിക്കോട് നടന്ന കലോത്സവം. അഷ്ടമുടിക്കായലിലേക്ക് കവിയെ കൂട്ടിയപ്പോൾ കേട്ടതത്രയും ഇഷ്ടമുടിക്കായൽ കവിതയും കൊല്ലവും കായലും കലോത്സവവും നിറഞ്ഞ കഥകളാണ്. പ്രാച്ചിയും കൂഴാലിയും കരിമീനും തുള്ളിമറിഞ്ഞ അഷ്ടമുടിക്കായലിനെ ചൂണ്ടിക്കാട്ടി കലവറയെപ്പറ്റിയും കവി ചില വിമർശനങ്ങൾ പറഞ്ഞു. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക്, അവരുടെ രക്ഷകർത്താക്കൾക്ക്, അവരുടെ പരിശീലകർക്ക്, കൂടെ വരുന്ന അധ്യാപകർക്ക് കൊല്ലത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ആഹാരം എന്ന് പറയുന്നത് ഈ പോറ്റി ഹോട്ടലിലെ സാമ്പാറും പരിപ്പും അല്ല, മത്സ്യസമ്പത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ പ്രമേയമാക്കുന്ന കവിക്ക് സമകാലിക വിഷയങ്ങളോടുള്ള പ്രതികരണത്തിലും മൂർച്ച കുറയുന്നില്ല. കണ്ണൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഗവർണറോടുള്ള വിയോജിപ്പ്. അതാണ് കണ്ണൂരിനെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും കണ്ണൂർ ഇത്രയും മഹത്വമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കണ്ണൂർ ക്രിമിനലുകളുടെ ഒരു നാടാണ്. ബ്ലഡി കണ്ണൂർ എന്നൊന്നും പറയാൻ പാടില്ല. റോഷ്നി, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ.